അമ്മ എന്താ പറഞ്ഞേ? അമ്മ ഇനി പോകുന്നില്ലെന്നോ? ആടി, ഞാനിനി പോകുന്നില്ല. ഞാൻ നിങ്ങളോട് പറയണ്ട, ഒരു സർപ്രൈസ് ആയിട്ട് പറയാൻ വേണ്ടിട്ട് ഓർത്തതാ. സന്തോഷായില്ലേ? അമ്മ ഇനി പോകുന്നില്ലടി. അല്ലമ്മേ, എന്റെ കല്യാണം ഉറപ്പിച്ചേക്കുമല്ലേ? ആ, ഇനിയിപ്പോ അത് ഒരു വർഷം കൂടിയില്ലേ കല്യാണത്തിന്. അല്ല, അമ്മ പറഞ്ഞില്ലേ എനിക്ക് കല്യാണത്തിന് അമ്മ കാറ് വാങ്ങിത്തരാം. കാറ് വാങ്ങി തരണം എന്നുണ്ടായിരുന്നു എന്റെ കുഞ്ഞി. പക്ഷെ സ്വർണത്തിന് എത്രയും വിലയാവും അമ്മ വിചാരിച്ചോ? ഇതിപ്പോ സ്വർണത്തിന് എന്തൊരു വിലയാ കൂടിയത്. അതുകൊണ്ട് ഇനിയിപ്പോ കാറ് മേടിക്കലൊന്നും നടക്കുകയല്ല കുഞ്ഞി. അമ്മ ഇവിടെ നിന്നാ പറ്റില്ല. അമ്മ ഒരു 2-3 വർഷം കൂടി പോവുകയാണെങ്കിൽ എന്റെ കാറിന്റെ കാര്യത്തിൽ തീരുമാനമായേനെ. നിനക്ക് ജോലി കഴിഞ്ഞ് ഇനിയിപ്പോ കാറൊക്കെ സ്വന്തമായിട്ട് മേടിക്കാലോ. ഒരു കാറ് വാങ്ങിക്കാ പിന്നെ. അമ്മയ്ക്ക് ഒന്നും കൂടി പോയാൽ എന്താ? ഞാൻ സുശാന്തേട്ടനോട് പറഞ്ഞു പോയി അമ്മ കല്യാണത്തിന് കാറ് വാങ്ങി തരുമെന്ന്. നിന്റെ അച്ഛനോട് പറ കാറ് വാങ്ങി തരാൻ വേണ്ടിട്ട്. ഓ പിന്നെ, അച്ഛന്റെ ആ പെട്ടിക്കടയിൽ നിന്ന് കിട്ടുന്ന കാശ് കൊണ്ടിട്ട് കാറ് വാങ്ങാൻ പറ്റും. അമ്മയ്ക്ക് പോകാൻ പറ്റൂല്ലെങ്കിൽ അത് പറഞ്ഞാൽ മതി. ഓ, അമ്മ വിദേശത്തെ ജോലിയൊക്കെ മതിയാക്കി നാട്ടിൽ വന്ന് നിൽക്കുവാന്ന് എന്റെ മോൾ ഒത്തിരി സന്തോഷിക്കുമെന്ന് ഞാൻ വിചാരിച്ചത്. ഉം. പക്ഷെ അവർക്ക് അവരുടെ വലിയ വലിയ ആഗ്രഹങ്ങളാണ് വരുന്നത്. അമ്മ അടുത്ത് വേണമെന്നൊന്നുമില്ല. അമ്മയുടെ പണം മതി. അമ്മ പോവണ്ടമ്മ. അമ്മ പോയി ഞാൻ ഒറ്റയ്ക്കാവുന്നില്ല. നമുക്ക് എങ്ങനെയും പോണം പോലെ. നമുക്ക് സ്വന്തമായിട്ടൊരു വീടൊക്കെ വേണ്ടേ. അമ്മ പോയില്ലെങ്കിൽ ഇതൊന്നും നടക്കൂല. എത്ര നാളെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ വാടക വീട്ടിൽ കഴിയുന്നത്. നമുക്ക് സ്വന്തമായിട്ടൊരു വീടൊക്കെ വേണ്ടേ. അത് ഉണ്ടാക്കണമെങ്കിൽ അമ്മ പോണം. പോകാതെ പറ്റൂല. അമ്മ എന്തൊരു കരച്ചിലായിരുന്നു വീട്ടിൽ വിളിച്ച്. അമ്മ പോവണ്ട, അമ്മ ഇല്ലാണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റും. ചേച്ചി, ആ സ്മിതേ, വാ കേറ്. ഇതെന്താ മുഖമൊക്കെ വല്ലാതിരിക്കുന്നേ? ഒന്നും ഇല്ലടി. ഇനിയിപ്പോ സന്തോഷിക്കുകയല്ലേ വേണ്ടത്. വിദേശത്ത് ജോലിയൊക്കെ മതിയാക്കി വന്നല്ലോ. ഇനിയിപ്പോ മക്കളുടെ കൂടെ നാട്ടിൽ നിൽക്കാലോ. ഓ, പെണ്ണിന്റെ കല്യാണമല്ലേ ഒരു വർഷം കൂടെ കഴിഞ്ഞിട്ട്. സ്വർണ്ണമൊക്കെ മേടിച്ച് ലോക്കറിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പൊ പെണ്ണിനൊരു കാറും കൂടി വേണമെന്നാ പറയുന്നത്. ഞാൻ ഒന്നും കൂടി പോയിട്ട് വന്നാലോന്ന് ഓർക്കോ സ്മിതേ. ചേച്ചിക്ക് വേറെ ഒരു പണിയുമില്ല. മകനെ പഠിപ്പിച്ച് ഡോക്ടറാക്കി, അവനാണെങ്കിൽ ഇപ്പൊ UK-ലും. അവനൊരു കൊച്ചുണ്ടായി. ആ കൊച്ചിനെ പോലും ചേച്ചി ഇതുവരെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. മകളെ പഠിപ്പിച്ച് ബാങ്ക് ജോലിക്കാരിയാക്കി. അവളെ കെട്ടിക്കാനുള്ള സ്വർണം വരെ ചേച്ചി ഉണ്ടാക്കി വെച്ചു. ഇനി അവൾക്ക് കാറ് വേണം പോലും. അവളത് കൊള്ളാലോ. അവർക്കൊക്കെ അവരുടെ ആവശ്യങ്ങളല്ലേ സ്മിതേ വലുത്. വാടക വീട്ടിൽ കിടന്നപ്പം വിചാരിച്ചു എങ്ങനെയെങ്കിലും പോയി പണിയെടുത്ത് ഒരു വീടുണ്ടാക്കണമെന്ന്. പോയിട്ട് 6-7 കൊല്ലത്തോളം വീട് സ്ഥലം ഉണ്ടാക്കാനുള്ള കഷ്ടപ്പാടായിരുന്നു. അത് കഴിഞ്ഞ ശേഷം പിന്നെ പിള്ളേരുടെ പഠിത്തം കഴിഞ്ഞപ്പോ പിന്നെ മോള് പറഞ്ഞു എനിക്ക് എങ്ങനെയെങ്കിലും 51 പവന്റെ സ്വർണ്ണമെങ്കിലും വേണമെന്ന്. പിന്നെ അതുണ്ടാക്കാൻ വേണ്ടി നിന്നു. അതും ഉണ്ടാക്കി. ഇനിയെങ്കിലും മക്കളുടെ കൂടെ ജീവിക്കാലോന്ന് ഓർത്ത് വന്നതാ. ഹും. ഇപ്പൊ അടുത്ത ആവശ്യമായി. പോയ സമയത്തൊക്കെ വല്ലവരുടെ അടുക്കളയിൽ കിടന്ന് പണിയെടുക്കുമ്പോഴും അവരുടെ പാപ്പവും കഴുകുമ്പോഴും ഒക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് പോയി ചത്താലോ. ജീവിതത്തോട് പിന്നെ ഒരുമാതിരി മടുപ്പ് തോന്നിയായിരുന്നു സ്മിത. പിന്നെ മക്കളെ ഓർത്തിട്ടാ പിടിച്ചു നിന്നത്. മക്കൾക്ക് അമ്മ എന്നുള്ള സെന്റിമെന്റ്സ് ഒക്കെ ഒരു 2 കൊല്ലം കൊണ്ട് തന്നെ പോയി. പിന്നെ അവർക്ക് പണം പണം എന്നുള്ള വിചാരം മാത്രമായി. പണം അയക്കുന്ന ഒരു മിഷനായിട്ട് ഞാനങ്ങ് മാറി. അമ്മ വേണമെന്നൊന്നും ഇല്ലാണ്ടായി. പിന്നെ പലിശയുടെ പുറത്ത് എന്താ അമ്മ. എന്റെ പൊന്നു ചേച്ചി, ചേച്ചി ഇനി പോകാൻ നിന്നേക്കരുത്. ചേച്ചി പോകേണ്ട ഒരാവശ്യവും ഇല്ല. പോയില്ലെങ്കിൽ ഞാൻ എന്റെ മോക്ക് ശത്രുവാകിയ സ്മിത. ഇപ്പൊ തന്നെ എന്നോട് ദേഷ്യം പിടിച്ചിരിക്കുക. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും, ചേച്ചി ഇനിയും കേറിപ്പോ. ഇനി ഇവരുടെ ആവശ്യങ്ങൾ തീരൂല. ഇവളുടെ കല്യാണം കഴിഞ്ഞ് ഇനി ഇവക്ക് പിള്ളേരുണ്ടാവും. അതിന്റെ ചെലവ്, അതിന്റെ കാര്യങ്ങള്. അങ്ങനെ ചേച്ചീനെ കൊണ്ട് പണിയെടുപ്പിച്ച് ലാസ്റ്റ് പണിയെടുക്കാൻ പറ്റാണ്ടാകുമ്പോ ഇവളൊക്കെ കൊണ്ട് വല്ല അനാഥാലയത്തിലും ആക്കും. വല്ല അറ്റാക്കും വന്ന് ഞാനങ്ങ് മരിച്ചു പോയാൽ മതിയായിരുന്നു. ഓടി ഓടി തളർന്നിട്ടാ സ്മിത. അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചു പോവാ. മതിയായി എനിക്ക് ജീവിതം. ഓടി ഓടി ഞാൻ തളർന്നു. എന്നെ കൊണ്ട് വയ്യാണ്ടായി. ഹ്. അവിടെ ഓരോ പണിയൊക്കെ എടുക്കുമ്പോ അവരുടെ ഓരോ ചീത്തവാക്കൊക്കെ ഉണ്ട്. അതൊക്കെ കേട്ട് ക്ഷമിച്ച് അവിടെ കിടന്ന് കഷ്ടപ്പെട്ട് പട്ടിയെ പോലെ പണിയെടുക്കുമ്പോൾ മനസ്സിനുള്ളിൽ എന്റെ മക്കളായിരുന്നു. ആ സമയത്ത് എന്റെ മക്കൾ ഇവിടെ എന്നെ മറന്നുകൊണ്ടിരിക്കുമെന്ന് ഞാൻ അറിഞ്ഞില്ല. എന്റെ കാര്യം ഏതാണ്ട് അതുപോലെയൊക്കെ ചേച്ചി. ഈ തുണിക്കടയിൽ പോകുന്നുണ്ടെങ്കിൽ അവിടുന്ന് മാസം 10,000 രൂപയെ കിട്ടുന്നുള്ളൂ. അപ്പൊ ഇപ്പൊ എന്റെ ഭർത്താവിന്റെ കൂട്ടുകാരൻ കഴിഞ്ഞ ദിവസം വീട്ടിൽ വന്നപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഇസ്രായേലിൽ പോകാൻ വേണ്ടിട്ട് ഒരു ചാൻസ് ഉണ്ട്, പോകുന്നുണ്ടോ എന്ന് ചോദിച്ചായിരുന്നു.
ഞാനിങ്ങനെ മക്കളോട് അഭിപ്രായം ചോദിച്ചപ്പോ രണ്ടുപേരും കരച്ചില്ല, പോകണ്ടെന്ന് പറഞ്ഞിട്ടേ. എന്താ ചെയ്യണ്ടേന്ന് ഓർത്തിങ്ങനെ നിൽക്കുമായിരുന്നു. ദൈവത്തെ ഓർത്ത് പോയേക്കരുത്. ഉള്ളത് കൊണ്ട് സന്തോഷത്തോടെ തൃപ്തിപ്പെട്ട് ജീവിച്ചാ മതി. ഒരു സ്ഥലത്തേക്കും പോയേക്കരുത്. അവനവന്റെ മക്കളുടെ കൂടെ ജീവിച്ചാ മതി. ഇവിടെ കിട്ടുന്ന ചെറിയ ശമ്പളമാണേലും ഇല്ലേ, അതുകൊണ്ട് ജീവിക്കാൻ പഠിക്കും. ഒരു സ്ഥലത്തോട്ട് പോകണ്ട. എന്നെ പോലെ അനുഭവിക്കുന്ന കുറെ പേരുണ്ട്. പിന്നെ ഒന്നും പറയാതെ ഇങ്ങനെ ചിരിച്ചും കളിച്ച് സന്തോഷത്തോടെ നടക്കുന്നുണ്ടെന്നേ ഉള്ളൂ. അമ്മ ഒരാഴ്ച നിക്കാൻ വന്നതാ നിന്റെ കൂടെ. ഒരാഴ്ച നിന്നിട്ടേ പോകുന്നുള്ളൂ. പോരെ? അമ്മയുടെ ഇളയ മോൻ സമ്മതിച്ചതുവാ. എന്റെ കുഞ്ഞാങ്ങളെ 2 ദിവസം കഴിയുമ്പോ അവൻ ഇവിടെ എത്തും, അമ്മേനെ കൂട്ടിക്കൊണ്ട് പോകാൻ വേണ്ടിട്ട്. അവനെ പറഞ്ഞിട്ട് കാര്യമില്ല, അവൻ അങ്ങനെ അമ്മേനെ പിരിഞ്ഞു നിന്നിട്ടില്ലല്ലോ. പിന്നെ കല്യാണം കഴിഞ്ഞാലും അവനൊരു അമ്മക്കുട്ടി തന്നെ. ഇല്ലടി മോളെ, ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട് എന്നെ കൂട്ടാൻ വേണ്ടി വരണ്ട, എന്റെ മോളുടെ കൂടെ കുറച്ചു ദിവസം എനിക്ക് നിക്കണമെന്ന്. അതുകൊണ്ട് അവൻ വരികയില്ല. ഞാൻ എന്റെ മോളെ ഒന്ന് കണ്ണു നിറച്ച് കാണട്ടെ. എത്ര നാളായടി നീ പോയിട്ട്. ഹും, നീ പോയ പിന്നെ കുടുംബത്തിൽ എന്തുമാത്രം ആഘോഷങ്ങളും ഓരോ കല്യാണങ്ങളും, അതിനെല്ലാം പോകുമ്പോ അമ്മയുടെ ചങ്ക് പൊട്ടും എന്റെ കുഞ്ഞിനെ ഓർത്തിട്ട്. വിഷുവിനും ഓണത്തിനും ഒക്കെ വീട്ടില് സദ്യയൊക്കെ ഉണ്ടാക്കും. ഒന്നും അമ്മയുടെ തൊണ്ടയിൽ നിന്ന് താഴോട്ട് ഇറങ്ങിയല്ല കുഞ്ഞെ. വല്ലവന്റെ അടുക്കളപ്പുറത്ത് പോയി കിടന്ന് എന്റെ കുഞ്ഞെ കഷ്ടപ്പെടുവാണല്ലോ എന്ന് ഓർക്കുമ്പോ എങ്ങനെയാ അമ്മയ്ക്ക് സദ്യ കഴിക്കാൻ പറ്റുന്നത്? ഹാ, എന്റെ കുഞ്ഞിന്റെ വീതി. എനിക്കറിയാം അമ്മേ, എന്നെ ഓർത്ത് വേദനിക്കാൻ എന്റെ അമ്മ മാത്രമേ ഉള്ളൂ എന്ന് എനിക്കറിയാം. എനിക്കത് മനസ്സിലാവുന്നുണ്ട്. ഇവിടെ ആർക്കും എന്നെ വേണ്ടമ്മേ. എല്ലാവർക്കും എന്റെ പണം മാത്രം മതി. തിരിച്ചു പോയാലോന്നാ ഞാൻ വിചാരിക്കുന്നത്. ആവശ്യങ്ങൾ ഇനിയും തീർന്നിട്ടില്ല. ഞാൻ പോയാലേ ഇവരുടെ ആവശ്യങ്ങളൊക്കെ ഇനിയും തീരും. അമ്മ അടുത്ത് വേണമെന്ന് മക്കൾക്കും ഇല്ല, ഭാര്യ അടുത്ത് വേണമെന്ന് ഭർത്താവിനും ഇല്ല. ആർക്കും വേണ്ടല്ല. ഞാൻ ഇവിടെ ഒരു അധികപ്പറ്റായതുപോലെ എനിക്ക് തോന്നുന്നു. പോയേക്കമ്മ ഞാൻ. അമ്മ, നീ അങ്ങനെ വിളിക്കരുത് എന്റെ മോളെ. നിനക്കൊക്കെ വേണ്ടി വല്ലയിടത്തും പോയി കിടന്ന് കഷ്ടപ്പെട്ട് നിന്നെയൊക്കെ പഠിപ്പിച്ച് നിന്നെയൊക്കെ കെട്ടിക്കാനുള്ളത് ഉണ്ടാക്കി എന്റെ കുഞ്ഞ്. എന്നിട്ട് നിനക്ക് ഇനി കാറ് വേണം അല്ലേടി? നിനക്ക് കാർ ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഇനി എന്റെ മോളെ ഇവിടുന്ന് ഓടിക്കണം നിനക്ക് അല്ലേടി? അമ്മേ, നീ മിണ്ടായിരിക്കടി. നീയേ മക്കളെ സ്നേഹിച്ചേ അവർക്കിപ്പൊ നിന്നെ വേണ്ടാട്ടായി. നിന്റെ പണം മാത്രം മതി. ഇതൊന്നും കണ്ടോണ്ടിരിക്കാൻ എന്നെ കൊണ്ട് പറ്റിയല്ല. നിനക്കൊക്കെ എന്റെ മോൾ ഇവിടെ നിൽക്കുന്നതിന് വല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യും. നിന്റെ തന്തേനെ വിളിച്ചുകൊണ്ട് എങ്ങോട്ടാന്ന് വെച്ചാൽ നീ ഇറങ്ങിപ്പോ. ഇതെന്റെ മോള് കഷ്ടപ്പെട്ടിട്ട് ചോര നീരാക്കി ഉണ്ടാക്കിയ സ്ഥലവും വീടുവാ. അല്ലാണ്ട് അവിടെ ഓടിക്കാൻ നിൽക്കുന്ന എന്റെ മോളെ അവർക്ക് കാറ് മേടിക്കാൻ വേണ്ടിട്ട് പണിയെടുത്ത് മേടിക്കടി. നിനക്ക് ജോലിയില്ലേ? നീ പണിയെടുത്ത് മേടിക്കും എന്റെ പാവ കുഞ്ഞിനെ ഇനി ഓടിക്കാതെ. പെറ്റ വയറിനെ കുറച്ച് ദണ്ണമുണ്ട്. നിനക്കൊക്കെ വേണ്ടെങ്കിലും ഞാൻ എന്റെ മോളുടെ കൂടെ ഞാൻ നിന്നോളാം ഇവിടെ, കേട്ടോ? എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് കൂടുതലും. സോറി അമ്മ, ഞാൻ എന്റെ ആവശ്യങ്ങൾ മാത്രമേ ചിന്തിച്ചുള്ളൂ. എന്റെ അമ്മേനെ കുറിച്ച് ഞാൻ ചിന്തിച്ചില്ല. അമ്മ എന്നോട് ക്ഷമിക്കും. അമ്മ എങ്ങോട്ടും പോകണ്ട. സോറി അമ്മ, സോറി. സാരമില്ല മോളെ, കുഴപ്പമില്ല. എന്റെ അമ്മയ്ക്ക് എന്നെ മനസ്സിലാവും, കാരണം അമ്മ ഒരമ്മയല്ലേ. എന്റെ മനസ്സ് നിനക്ക് മനസ്സിലാകണമെങ്കിൽ നീ ഒരമ്മയാകണം. എന്നാലും എന്റെ വേദന നിനക്ക് മനസ്സിലാവൂ. സാരമില്ല.